ഹായ്, വെൽക്കം ടു ജിനോസ് പാഷൻ. ഇന്ന് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മൾ അടിപൊളി ഒരു കേക്കാണ്, ഹെൽത്തി കേക്കാണ് നമ്മൾ ഇന്ന് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് നോ മൈദ, നോ ഷുഗർ, അതുപോലെ തന്നെ നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള നമ്മുടെ അടിപൊളി ഒരു ഹെൽത്തി കേക്കാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എല്ലാവർക്കും. കാരണം ഇപ്പം നമുക്കറിയാം എല്ലാവർക്കും ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള അസുഖങ്ങളുണ്ട് അല്ലേ. അപ്പം അങ്ങനെയുള്ള അസുഖങ്ങൾ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷുഗർ ഉള്ളവർ പറയുമോ കേക്കോ വേണ്ട, മധുരമാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നവരുണ്ടല്ലേ. എന്നാൽ ഈ വർഷത്തെ ക്രിസ്മസിന് അങ്ങനെ ഒഴിവാക്കണ്ട, നമുക്ക് കേക്ക് കഴിച്ച് അടിപൊളി ക്രിസ്മസ് ന്യൂ ഇയറും ഒക്കെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കേക്ക് രീതികൾ ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയറും നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ അത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെൽത്തി വെർഷനായിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെ, അതും നോൺ ആൽക്കഹോളിക് ആണ്. അപ്പോൾ എങ്ങനെ തയ്യാർ ചെയ്യാമെന്ന് ഇപ്പോൾ വീഡിയോയിൽ കാണാം. നമുക്ക് ആദ്യം ഓറഞ്ച് ജ്യൂസ് എടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് 1/4 കപ്പാണ് ഓറഞ്ച് ജ്യൂസ് വേണ്ടത്. അപ്പോൾ നമ്മൾ അളന്ന് ഒരു 1/4 കപ്പ് എടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ടൂട്ടി ഫ്രൂട്ടി 1 ടേബിൾ സ്പൂൺ ആണ്, 2 കളറുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറീസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഡേറ്റ്സ് 1 ടേബിൾ സ്പൂണ്. യെല്ലോ റേസിൻസ് ആണ്, അതും 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ക്രാൻബെറി ആണ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നട്ട്സ് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചതാണ്. ഇത് കാഷ്യൂ ഉണ്ട്, ആൽമണ്ട് ഉണ്ട്, രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വീതമുണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 1/2 മിനിറ്റ് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ അടുത്തായിട്ട് നമുക്ക് ബാറ്റർ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പാണ് പാലെടുത്തിരിക്കുന്നത്, ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 തന്നെ സൺഫ്ലവർ ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരയാണ്. ശർക്കര ഇവിടെ ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ച ശർക്കരയാണ്, നല്ല ശർക്കര. നിങ്ങളുടെ കയ്യിൽ ഈ കട്ടയായിട്ടുള്ള ശർക്കരയാണെങ്കിൽ ഇത് അലിച്ചിട്ട് 1/2 കപ്പ് എടുക്കുക. ഇത് ഞാൻ പൊടിച്ച ശർക്കരയാണ്, ഇതിനകത്ത് അഴുക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പാലും എണ്ണയും അതുപോലെ ശർക്കരയും നന്നായിട്ട് അടിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് പൊടികളാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു അരിപ്പ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഗോതമ്പ് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനിയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂണ് നമ്മൾ ബേക്കിംഗ് സോഡ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 നുള്ളു ഉപ്പാണ് ഇടുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് സിന്നമൺ പൗഡറാണ്, അതുകൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും എല്ലാം കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലാണ് പാലിരിക്കേണ്ടത്. അപ്പം കുറച്ച് പാലൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബാറ്റർ നമ്മൾ കേക്ക് ടിന്നിലേക്ക് ഒഴിക്കുകയാണ്. ഓൾറെഡി നമ്മുടെ കേക്ക് ടിന്ന് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് എയർ വല്ലതും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡെക്കറേഷനായിട്ട് നമ്മൾ കാഷ്യൂവും ആൽമണ്ടും അതുപോലെ തന്നെ നമ്മൾ ഡേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക്
നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പാത്രത്തിൽ തന്നെയാണ് നമ്മളിന്ന് ബേക്ക് ചെയ്യുന്നത്, ഓവനിലല്ല, സ്റ്റവിൽ തന്നെയാണ്. അപ്പോൾ നമ്മളിത് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് പാത്രം ഓൾറെഡി നമ്മൾ വെച്ചിട്ടുണ്ട്. 15 മിനിറ്റ് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഓൾറെഡി പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ബേക്ക് ചെയ്യാനായിട്ടുള്ള കേക്ക് ടിന്ന് നമ്മൾ പാത്രത്തിലേക്ക് വെക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ പാത്രം പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു, 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് 10 മിനിറ്റ് ആദ്യം ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. പിന്നെ അടുത്ത ഒരു 30 മിനിറ്റ് നമ്മളിത് ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മൊത്തം ഒരു 30-45 മിനിറ്റിൽ നമ്മുടെ കേക്ക് ബേക്കായി വരും. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് അടച്ചു കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമുക്ക് ഒരു സ്ക്വയർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് കുത്തി നോക്കണം. കണ്ടില്ലേ, നന്നായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഹെൽത്തി വെർഷനായിട്ടുള്ള പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസൊക്കെ വരുന്നവർക്ക് നമ്മൾ വിചാരിക്കുമോ നമുക്ക് ഇങ്ങനത്തെ മധുരങ്ങളൊക്കെ ഒന്ന് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ കേക്ക് തയ്യാർ ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. ഇപ്പോൾ അസുഖം ഉള്ളവർക്കോ ഇല്ലാത്തവർക്കോ എല്ലാവർക്കും ഒരേപോലെ കഴിക്കാവുന്നതാണ്. ഇത് ഹെൽത്തിയാണ്. നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് മൈദയല്ല, ഗോതമ്പ് പൊടിയാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല, ശർക്കരയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നോൺ ആൽക്കഹോളിക്കും കൂടാണ്. അപ്പം ഇങ്ങനെ ഒരു നല്ലൊരു അടിപൊളി കേക്ക് ഈ വർഷത്തെ ക്രിസ്മസിന് എല്ലാവരും തയ്യാർ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇതൊന്ന് സൈഡ് ഒന്ന് വിടിയിച്ചിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിപ്പം കേക്ക് ഇതുപോലെ സൈഡെല്ലാം ഒന്ന് നമുക്കൊന്ന് ഫ്രീ ആക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കാണാം. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി കേക്കാണ്. നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളി കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ക്രിസ്മസിന് നല്ലൊരു വെറൈറ്റി, എല്ലാവരും കഴിക്കാൻ, എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും അതുപോലെ തന്നെ ഏത് അസുഖമുള്ളവർക്കാണെങ്കിലും നമുക്ക് ഒരു ടെൻഷനും കൂടാതെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജിനു.